എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാ സോയിലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ മാറി റെഗുലറായിട്ട് ഇനി വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ കോംപ്ലാനോ ബൂസ്റ്റോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കണ്ടെയ്നർ കഴുകിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്മെല്ല് അങ്ങോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു 2-3 ഗ്രാമ്പൂ ഉണ്ടല്ലോ, അത് ഇട്ട് വയ്ക്കുക. അങ്ങനെ ഒരു ദിവസം രാത്രി ഇട്ട് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ ഒരു ബോട്ടിൽ നമ്മൾ നല്ലപോലെ കുലുക്കി വെറുതെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് ഓൾറെഡി കഴുകിയിട്ടുള്ളതാണ്, പിന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് കാണാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയിലൊക്കെ മാവൊക്കെ അരച്ച് കഴിഞ്ഞ് അത് കഴുകിയെടുത്താലും ഇടയിൽ ആ ഒരു ബ്ലേഡിൻ്റെ താഴെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് മാവൊക്കെ ഉണങ്ങിയിട്ടിരിക്കുന്നുണ്ടാവും, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് മുട്ടത്തോട് നല്ലപോലെ കഴുകിയിട്ടുള്ള മുട്ടത്തോട് എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് കൈവച്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 2-3 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടത്തോട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബ്ലേഡിൻ്റെ ഇടയിലേക്കൊക്കെ ആ ഒരു മുട്ടത്തോട് കയറിപ്പോയിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന അഴുക്കുകളും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. നമ്മൾ എന്ത് ബ്രഷ് യൂസ് ചെയ്താലും അതിൻ്റെ ഇടയിലേക്കൊക്കെ ഇട്ട് കഴുകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് മിക്സി ഇതേപോലെ ഒന്ന് കഴുകിയെടുത്താലും മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് ആ ഒരു അടിയിൽ നിന്നുള്ള അഴുക്കൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ്, നമ്മൾ അധികം സവോളയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണ് നീറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ആദ്യം സവോള എടുത്തിട്ട് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം നമ്മൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണധികം നീറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനേക്കാളും നല്ല ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കും അത് എല്ലാവർക്കും തന്നെ ഉപകാരമാവും. അടുത്തത് ഈ ഒരു പുളി വെച്ചിട്ട് കറയൊക്കെ കളയുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുളീനെ നമ്മൾ തൃശ്ശൂർക്കാരൊക്കെ ഇരുമ്പം പുളി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു പുളീനെ പറയുക എന്നുള്ളത് താഴെ പറഞ്ഞു തരണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ടിപ്പിനെ എടുക്കുമ്പോൾ കുറച്ച് നല്ല പോലെ പഴുത്ത പുളി ഉണ്ടാവില്ലേ, നല്ല വലുതായിട്ട് താഴെ വീഴുന്ന പുളി ഉണ്ടെങ്കിൽ അത് മതി. അതാണ് ഏറ്റവും നല്ലത്. നല്ല പോലെ അതിൽ നീരുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് വലിയ പുളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ലതായിട്ട് ജ്യൂസ് കിട്ടുക. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പുളി ഇതേപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ പുളി വെച്ചിട്ടുള്ള ക്ലീനിങ് ടിപ്പൊക്കെ ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുള്ളതാണ്. ആദ്യം നമുക്കിതിൻ്റെ നീരെടുക്കണം. ഒന്നില്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് നീരെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അതിൽ നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല നീരുള്ള, ഞാൻ പറഞ്ഞ പഴുത്ത പുളിയാണെങ്കിൽ അങ്ങനെ ചെയ്യാണ്ട് തന്നെ നമുക്കതിൽ നിന്ന് പിഴിയുമ്പോഴേക്കും നീര് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നീരെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഭാഗത്ത് മാത്രമേ കറ കളയാനുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഡിഷ് വാഷ് സോപ്പ് ഉണ്ടല്ലോ, അതും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല കറ പിടിച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് ഷർട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 ദിവസമായിട്ടുണ്ട് ഇത് ആയിട്ട്. അപ്പോൾ നമ്മൾ എത്രയും വേഗം കഴുകുന്നോ അത്രയും വേഗം നല്ല എളുപ്പത്തിൽ നമുക്കത് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കറ പിടിച്ചിട്ടുള്ള ഈ ഒരു ഷർട്ട് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് നമുക്ക് ഇതേപോലെ ഇതിൽ തേച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക. അത് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ അത് തേക്കാനായിട്ട് ഇതുപോലത്തെ ഒരു വലിയ പുളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റ തേക്കുമ്പോഴേക്കും തന്നെ പോവില്ല. പക്ഷെ ഒട്ടും തന്നെ അധ്വാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ലൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഹാർഡ്നെസ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വാഴക്കറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ
ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ പോകും കേട്ടോ. അതുപോലെ കരിമ്പനാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു പുളിയുടെ ജ്യൂസ് നല്ലപോലെ കുറച്ചധികം എടുത്തിട്ട് അതിൽ നമ്മുടെ ആ ഒരു കറ പിടിച്ചിട്ടുള്ള കരിമ്പൻ പിടിച്ചിട്ടുള്ള ഡ്രസ്സൊന്ന് മുക്കി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു സെയിം മിക്സ് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിമ്പൻ പിടിച്ച ഡ്രസ്സ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാത്തത്. ഇപ്പോൾ ഇതാ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ ഷെയ്ഡ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല വെയിലത്തിട്ട് ഉണക്കി എടുക്കുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് കറ നമ്മൾ കളഞ്ഞെടുത്താൽ നല്ല വെയിലത്തിട്ടിട്ട് തന്നെ ആ ഡ്രസ്സ് ഉണക്കണം കേട്ടോ. അപ്പോഴേ നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇരുമ്പൻ പുളി വീട്ടിലുള്ള എല്ലാവരും കറയൊക്കെ ഡ്രസ്സുകളിലായി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് കറയൊക്കെ കളഞ്ഞ് നോക്കൂ. എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നല്ല പഴുത്ത പുളിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ അതുപോലെ നല്ല എന്താ പറയുക കുറേ നാളൊക്കെ ആയിട്ടുള്ള കറയൊക്കെ ആണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ടിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ വീടിനകത്ത് കർട്ടൻ്റെ സൈഡിലൊക്കെ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഉറുമ്പ് പൊടി അല്ലെങ്കിൽ ചോക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കയ്യിലുള്ള ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതേപോലെ ആ ഭാഗത്തുനിന്ന് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മെല്ലുള്ള പൗഡറാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ഉറുമ്പുകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. അത് ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലൊരു ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അധികമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാത്രമാണ് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ കറ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ എപ്പോഴും തൊട്ടിട്ടൊക്കെ ഇങ്ങനെ കറുത്ത കളർ പോലെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഉള്ളിയുടെ ജ്യൂസ് മതി കേട്ടോ. അപ്പോൾ ആദ്യം സ്വിച്ചൊക്കെ നല്ലപോലെ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉള്ളി ഞാൻ ഡയറക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെ ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയുടെ ജ്യൂസ് ആ ഒരു കറയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു തുണി ചെറുതായിട്ടൊന്ന് നനച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ചെറിയൊരു ലൈറ്റായിട്ടൊരു വെറ്റ്നസ് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫുള്ള് കറയും നമുക്ക് പോയിട്ട് സ്വിച്ച് ബോർഡ് നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെയിനൊക്കെ ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ എന്നിട്ട് ഡ്രൈ ആയിട്ട് നമുക്കിത് വീണ്ടും ഓണാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്ലീനായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിക്ക് പകരം സവോളയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ച് ഭാഗമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉള്ളി എടുത്താൽ മതി. സവോളയാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്, അത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്